ഹലോ ഗൈസ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഇതിൻ്റെ മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുന്നതിന് മുമ്പേ നിങ്ങൾ എന്തൊക്കെ നോക്കണമെന്ന്. അപ്പോൾ ഞാൻ ഈ ഒരു വണ്ടിയും സെക്കൻഡ് ഹാൻഡ് എടുത്തേക്കുന്ന ഒരു വണ്ടിയായിരുന്നു. ഇത് 2022 മോഡൽ വണ്ടിയായിരുന്നു. അപ്പോൾ ഞാൻ ഇതിനകത്ത് ചെയ്തേക്കുന്ന പണികൾ എന്തൊക്കെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഗൈസ്, ഞാൻ ആദ്യം നിങ്ങളോട് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളെപ്പോഴും വണ്ടി എടുക്കുന്നതിന് മുമ്പേ 2 ടയർ നിങ്ങൾ ചെക്ക് ചെയ്യണമെന്ന്. അപ്പോൾ ഈ വണ്ടി എടുത്തിട്ട് ഞാൻ ഏകദേശം 14,000 കിലോമീറ്ററേ ഓടിയുള്ളൂ. അപ്പോഴത്തേക്കിന് ഈ വണ്ടീൻ്റെ 2 ടയർ ഞാൻ മാറേണ്ടി വന്നു. ഇത് 5,400 റുപ്പീസായി, ഫ്രണ്ടിലെ 4,700 റുപ്പീസ് ആയിട്ടുണ്ട് എനിക്ക്. പിന്നെ കഴിച്ച് ഞാൻ രണ്ടാമത് ചെയ്തേക്കുന്ന എഞ്ചിൻ ഭാഗത്തായിരുന്നു. ഞാൻ ഈ വണ്ടീൻ്റെ സ്പാർക്ക് പ്ലഗ് മാറി, വാൽവ് കവർ തൊട്ട് എല്ലാം സാധനം അയച്ച് ക്ലീൻ ചെയ്യിപ്പിച്ചായിരുന്നു. പിന്നെ പുതിയ എഞ്ചിൻ ഓയിലും എയർ ഫിൽറ്ററും ഓയിൽ ഫിൽറ്ററും ഇത്രയും കാര്യങ്ങൾ ഞാൻ എഞ്ചിൻ ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. അത് ഏകദേശം അറൗണ്ട് 6,700 റുപ്പീസ് അടുത്തോളം ആയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ഗൈസ്, ഞാൻ പിന്നെ വരുന്ന ബ്രേക്ക് ഭാഗത്തോട്ട് വരുമെങ്കിൽ ഞാൻ ഈ വണ്ടീൻ്റെ ഫ്രണ്ട് ബ്രേക്ക് പാഡ്, റിയർ ബ്രേക്ക് പാഡ്, പിന്നെ ഈ ബാക്ക് ബ്രേക്ക് വരുന്ന ഈ പെഡലിൻ്റെ അവിടെ വരുന്ന ഒരു സിലിണ്ടർ അതും ഇതൊക്കെ ഉണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം കൂടെ മാറി എല്ലാം കൂടെ എനിക്കൊരു ഏകദേശം ഒരു 10,000-2,000 രൂപ ലേബർ ചാർജ് ഉൾപ്പെടെ ബ്രേക്കിന് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗൈസ്, എന്തോ ഭാഗത്തിന് ഞാൻ ചെയിൻ സ്പ്രോക്കറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത്, പിന്നെ ഞാൻ ക്ലീനറും പിന്നെ ചെയിൻ ലൂബും ഞാൻ റെഗുലർലി മെയിൻറ്റെയിൻ ചെയ്തത് കാരണം ചെയിൻ സ്പ്രോക്കറ്റിന് ഇപ്പം വരെ എനിക്ക് വലിയ പണി കിട്ടിയിട്ടില്ല. എന്നാലും അറൗണ്ട് ഒരു 4,000 കിലോമീറ്ററോടെ ഈ ചെയിൻ സ്പ്രോക്കറ്റ് നിൽക്കത്തുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഞാൻ പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഞാൻ ഈ ഫോർക്കിൻ്റെ ഓയിൽ സീല് മാറിയിട്ടുണ്ട്. പുതിയ ഓയിലും സീലുമാണ് ഈ ഫ്രണ്ട് ഫോർക്കിന് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഞാൻ ഫ്രണ്ട് ചെയ്തേക്കുന്നത്. എന്തോ ഭാഗത്തിന് കോൺസെപ്റ്റിന് ഇപ്പം വരെ ഒരു പണി എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഗൈസ്, എനിക്ക് ഓവറോൾ ഈ വണ്ടിയിൽ ഏകദേശം അറൗണ്ട് ഒരു 20,000 റുപ്പീസ് സ്പെൻഡ് ആയിട്ടുണ്ട്. ഞാൻ എന്തിനാണ് ഇത് നിങ്ങളോട് അന്ന് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഏറ്റവും കൂടുതൽ പൈസ പോയത് ഈ ടയറിന് തന്നെയായിരുന്നു. പിന്നെ ഇതുപോലെ ബ്രേക്സ് ആയിക്കോട്ടെ, ഓയിൽ സീൽ ആയിക്കോട്ടെ, പിന്നെ ഇതുപോലത്തെ ബ്രേക്കിൻ്റെ അടിഭാഗത്തെ കാര്യങ്ങൾ, എഞ്ചിൻ ഓയിലിൻ്റെ കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളിലാണ് എനിക്ക് പൈസ സ്പെൻഡ് ആയത്. പിന്നെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല, വേറെ ടിയർ പാർട്സിൻ്റെ സാധനങ്ങളാണ്. അപ്പം എപ്പോഴും നിങ്ങളൊരു ബൈക്ക് എടുക്കുമെങ്കിൽ ഉറപ്പായിട്ടും ടയറ്, ഫ്രണ്ടിലെ ഈ ഓയിൽ സീല്, സ്റ്റമ്പ്, പിന്നെ ഇവിടുത്തെ കോൺസെപ്റ്റ്, പിന്നെ പുറകത്തെ ബ്രേക്സ് കാര്യങ്ങൾ, സസ്പെൻഷന്, ഇതെപ്പോഴും നിങ്ങൾ ചെക്ക് ചെയ്തിട്ടേ എടുക്കാവുള്ളൂ. ഇത് പിന്നെ എനിക്ക് അറിഞ്ചും പുറഞ്ചും കുറച്ച് ഓട്ടങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ തന്നെ എൻ്റെ വണ്ടി പെർഫെക്റ്റ്ലി മെയിൻറ്റെയിൻ ആയിരിക്കണമെന്ന് ഓർത്തുകൊണ്ട് തന്നെ ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മുടെ വീഡിയോൻ്റെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ, അടുത്ത എന്തെങ്കിലും പരിപാടിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ.